ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നദാ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ പ്രിലിംസിൻ്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് കൺഫർമേഷൻ കൊടുക്കാനുള്ളത് സ്റ്റാർട്ടായിട്ടുണ്ട്. മാർച്ച് 11 ലാസ്റ്റ് ഡേറ്റ് വരെ ഒന്ന് നോക്കിയിരിക്കേണ്ട. സൈറ്റിൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല, കുറേ പേര് കയറി കഴിഞ്ഞാൽ ഹാങ് ആയിപ്പോവും. അതുകൊണ്ട് എത്രയും വേഗം തന്നെ താമസിക്കാതെ എൻ്റെ കൺഫർമേഷൻ കൊടുത്തിടുക. സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ്, പിന്നെ നമ്മുടെ SI, പിന്നെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്, ഇങ്ങനെയുള്ള ഡിഗ്രി ലെവൽ എക്സാമിൻ്റെയാണ് പ്രിലിംസ് നടക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഗസറ്റഡ് ഓഫീസർ റാങ്കിലുള്ള എക്സാമാണ്. വേക്കൻസി ഒക്കെ ഭയങ്കര കുറവാണെങ്കിലും അടിപൊളി പോസ്റ്റാണ്. അതിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇനിയുള്ളത് വേറെ തന്നെ സിലബസാണ് അതിന്. അപ്പോൾ അത് സിലബസ് തന്നെ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രിലിംസ് പാസ്സാവുന്നുള്ളതാണ്. പ്രിലിംസ് എന്ന് പറയുമ്പം കോമൺ ആയിട്ടുള്ള കോമൺ നമ്മുടെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റിനൊക്കെ ഉള്ള കോമൺ സിലബസാണ്. പിന്നെ മെയിൻസിന് എക്സ്ട്രാ ടോപ്പിക് എടുത്ത് പഠിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും സിലബസ് നോക്കിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മെയ് മാസത്തോട് കൂടിയിട്ടാണ് പ്രിലിംസ് നടക്കാൻ പോകുന്നത്. മെയ് ലാസ്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ എത്ര ദിവസമുണ്ട്? മാർച്ച്, ഏപ്രിൽ, മെയ്, 2 മാസം. 2 മാസത്തിൽ ഒരു ഇത്രയും കൂടെ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഈ 2 മാസം കട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രിലിംസൊക്കെ പാസ്സായി കിട്ടുന്നവർ മാത്സൊക്കെ ഒന്ന് അടിപൊളിയാക്കി എടുത്തു കഴിഞ്ഞാൽ പ്രിലിംസ് കയറാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുക. എല്ലാവരും സിലബസൊക്കെ നോക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ 20 മാർക്ക് വെച്ചിട്ട് മാത്സും ഇംഗ്ലീഷും 20 ഈച്ച് ഉണ്ട്. 10 മാർക്കിന് മലയാളം ഉണ്ട്. പിന്നെ 10 മാർക്ക് ഹിസ്റ്ററി ഉണ്ട്. 10 മാർക്ക് ആർട്സ്, ലിറ്ററേച്ചറും നമ്മുടെ സ്പോർട്സ്, കൾച്ചർ, അതൊക്കെ ഒരു 10 മാർക്കുണ്ട്. അതുകൂടാണ്ട് ജോഗ്രഫി, എക്കണോമിക്സ്, പിന്നെ കമ്പ്യൂട്ടർ, സിവിക്സ്, ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതെല്ലാം 5 മാർക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സിലബസിലുള്ളത് മാത്രം പഠിച്ചാൽ മതി. ഇത് കൂടാണ്ട് ഈ റിലേറ്റഡ് ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സും ഉണ്ടാവും. അതിലവിടെ പറഞ്ഞിട്ടുണ്ട് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു റിലവൻറ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സും ഉണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റഡ് ആക്കി പോവുക. മാത്സ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കൂട്ടത്തിൽ ഇംഗ്ലീഷും അതുപോലെ മലയാളവും അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷും മലയാളം മാത്സൊക്കെ സെറ്റാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കുക. ഇത് 3ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സെറ്റാക്കി എടുക്കുക. പിന്നെ ഞാനിതിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് സയൻസാണ് കേട്ടോ. നമ്മുടെ ഫിസിക്സിൻ്റെ ഒരു ചാപ്റ്റർ നോക്കിക്കൊണ്ടിരിക്കുക. ക്ലാസ്സിൽ എടുക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത് നോക്കിയതിന് ശേഷമാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഉപകാരമാണ്. എക്സ്ട്രാ ഇരുന്ന് എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി വായിക്കുന്നുണ്ട്, അതിനുശേഷം ക്ലാസ്സും എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ടോപ്പിക്ക് അങ്ങനെ സെറ്റാവും. ഒരുവിധം PSCൻ്റെ കോച്ചിങ് ഒക്കെ കഴിഞ്ഞ് ടോപ്പിക്സ് എല്ലാം ക്ലിയറായി കുറേ എക്സാംസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഈ ടീച്ചിങ്ങിലോട്ട് ഇറങ്ങുന്നത് നല്ലതായിരിക്കും. അതായത് PSC കോച്ചിങ് സെൻറ്റേഴ്സിലൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അവർ നിങ്ങളെ നിങ്ങളെ പഠിപ്പിച്ചോ എന്നുള്ള രീതിയിൽ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ലിസ്റ്റിലുണ്ടെങ്കിൽ കൂടി ഒരു ജോലി കിട്ടുന്ന വരെ നിങ്ങൾക്ക് എവിടെയെങ്കിലും മെൻറ്ററായിട്ടോ അല്ലെങ്കിൽ ടീച്ചറായിട്ടോ കയറാൻ പറ്റും. അപ്പോൾ ആ ഒരു സംഭവം നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അറിവ് കിട്ടും. നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി റിസർച്ച് ചെയ്തിട്ടായിരിക്കുമല്ലോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആണ് നമുക്ക്. അതുകൊണ്ട് കുറേ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ കുറേ നാളുകൊണ്ട് PSC പഠിച്ച് ലിസ്റ്റിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എത്ര വേഗം ടീച്ചിങ്ങിലോട്ട് ഇറങ്ങാൻ നോക്കുക ജോലി കിട്ടുന്നവരെ. അപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക്കുമായിട്ടുള്ള ടച്ച് വിട്ടു പോകാണ്ടിരിക്കും, മടുക്കാതെ പഠിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇതെൻ്റെ ക്ലാസ് ആയിരുന്നു. 11 മണിക്കാണ് ഞാൻ ക്ലാസ് എടുക്കാറുള്ളത്. സയൻസും ഇംഗ്ലീഷുമാണ് ഞാൻ മെയിനായിട്ട് എടുക്കുന്നത്. പിന്നെ റിവിഷൻ ടോപ്പിക്സും എടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ സയൻസ് ഫിസിക്സിലൊരു ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ LD ക്ലർക്കിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ എഴുതിയത് തൃശ്ശൂർ ജില്ലയായിരുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോസൊക്കെ ഇട്ടപ്പം ഏത് ജില്ലയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തൃശ്ശൂർ ജില്ലയാണ് എഴുതിയത്. കട്ട് ഓഫ് 60.33 തൃശ്ശൂരിൻ്റെത്. അപ്പം അത് നമുക്ക് നേരത്തെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വന്നപ്പോൾ തന്നെ ഗ്രൂപ്പിൽ പറഞ്ഞ് ഏകദേശം കൺഫേം ആക്കിയിരുന്നു. 60.33 ലാസ്റ്റ് ജനറൽക്കാർക്ക് മെസ്സേജ് വന്നതെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. അത് തന്നെയാണ് നമ്മുടെ കട്ട് ഓഫും വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ക്ലാസ്സിലെ കുറേ പേർക്ക് ഒരു 8-10 പേർക്ക് ലിസ്റ്റിൽ കയറാൻ പറ്റിയിട്ടുണ്ട്. അവർക്ക് നല്ല റാങ്ക് വാങ്ങിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാർ, നമ്മൾ പഠിപ്പിച്ച ആൾക്കാരൊക്കെ ലിസ്റ്റിൽ കയറുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്.
ജൂലൈ 31 വരെയാണ് നമ്മുടെ ഇപ്പോൾ കറൻ്റ് നടന്നുകൊണ്ടിരിക്കുന്ന LDൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് ശേഷം അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് എന്തെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മാർക്ക് എന്ന് പറയുമ്പം 74 അതിൽ നിന്നൊരു +2 -2 ചിലപ്പോൾ ആവാം. നമുക്കത് കൺഫേം ആയിട്ട് 74 നമ്മൾ കൂട്ടിയത് 74 തന്നെയാണ്. എന്നാലും ഞാൻ പറയുകയാണ് ചിലപ്പോൾ ഒരു +2 അല്ലെങ്കിൽ ചിലപ്പോൾ -2 മാർക്ക് ആവാം കേട്ടോ. 74 ഇപ്പം ഞാൻ മറ്റേ റാങ്കിൻ്റെ ആ ഒരു സർവേയിലൊക്കെ കൊടുത്തിരിക്കുന്ന മാർക്ക് 74 തന്നെയാണ്. പിന്നെ പറയാനുള്ളത് നമ്മുടെ KS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ നോട്ടിഫിക്കേഷൻ മാർച്ച് 7 കൂടിയിട്ട് വരും എന്ന് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പം KSന് പ്രിപ്പയർ ചെയ്യാൻ കുറേ പേര് KS നോക്കിയിരിക്കുന്നുണ്ടാവും അല്ലേ. ഒരു ഒറ്റവട്ടമേ KS നടന്നിട്ടുള്ളൂ. 2020 പ്രിലിംസ് നടന്നു, 2021 മെയിൻസും ഇൻ്റർവ്യൂ ഒക്കെ നടന്നിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് അപ്പോഴാണ് നടന്നത്, പിന്നെ നടന്നിട്ടേ ഇല്ല. ഇപ്പം വേക്കൻസികളൊക്കെ റിപ്പോർട്ട് ആക്കിയിട്ടുണ്ട്. മാർച്ച് 7 കൂടിയിട്ട് നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ അറിയാൻ പറ്റും. സിലബസൊക്കെ വന്നിട്ടുണ്ട്. അതായത് പ്രിലിംസ് എന്ന് പറയുന്നത് തന്നെ 2 പേപ്പറാണ്. പ്രിലിംസ് മെയിൻസ് 3 പേപ്പറായിട്ടാണ് നടക്കുന്നത്. പിന്നെ ഒരു ഇൻ്റർവ്യൂ 50 മാർക്കിന് ഇൻ്റർവ്യൂ ഉണ്ട്. സോ അത്രേ ഉള്ളൂ. എല്ലാവരും എക്സാംസിന് വേണ്ടി പഠിക്കുക. ഇനി വരുന്നതൊക്കെ ഡിഗ്രി ലെവൽ എക്സാമാണ്. സീരിയസ് ആയിട്ട് പഠിത്തത്തെ മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ.